ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രാവിലെ ഒട്ടുമിക്ക എല്ലാ കടികളുടെ കൂടെയും കറിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ചെറുപയർ വെച്ചിട്ടുള്ള ഒരു വറുത്തരച്ചിട്ടുള്ള കറിയാണ്. വഴറ്റലും കാര്യങ്ങളൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ചെറുപയറാണ്. ഇത് രാവിലെ കറി ഉണ്ടാക്കാനായിട്ട് രാത്രി തന്നെ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുതിർത്താതെ വേണമെങ്കിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കാം. അപ്പോൾ കുതിർത്തിയിട്ടുള്ള ചെറുപയർ നന്നായിട്ടൊന്ന് കൂടി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് വേവിക്കാനായിട്ട് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ കുതിർത്താത്ത ചെറുപയറാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഒരു 2 കപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിത് കുതിർത്തിയ ചെറുപയർ അതുകൊണ്ടൊരു 2 വിസിലടിച്ചാൽ മതി. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവരുത്. പിന്നെ കുതിർത്താത്ത ചെറുപയറാണെങ്കിൽ ഒരു 4-5 വിസിലൊക്കെ അടിക്കേണ്ടി വരും. പിന്നെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവാത്ത രീതിയിൽ വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് പാനിലേക്ക് 1/4 കപ്പ് ചിരുവിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/4 ടീസ്പൂൺ വലിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ വറുത്തരച്ചിട്ടുള്ള തേങ്ങ ചേർക്കുന്നതാണ് ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. തേങ്ങ നന്നായിട്ട് വറവായിട്ട് ചെറുതായിട്ടൊരു ബ്രൗൺ നിറമായി തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്കിത് കുറച്ച് വെള്ളത്തിലൊന്ന് അരച്ചെടുക്കാം. ഇനി വെന്തിട്ടുള്ള ചെറുപയർ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടാണ് അരപ്പ് ചേർക്കുന്നത്. ചട്ടിയിലേക്ക് ചെറുപയർ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ടും തിളച്ച് വന്നാലാണ് അരപ്പ് ചേർക്കേണ്ടത്. ഇനി മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറി ഒരുപാട് കുറുകിയിരിക്കരുത്, കുറച്ചൊരു ലൂസായിട്ടുള്ള കറി തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ചെറുപയർ വേവിക്കുമ്പോൾ ഒരുപാട് വെന്തിട്ട് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളപ്പിക്കുക. അരപ്പ് ചേർത്തിട്ട് കറി ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ടും തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ച് ചേർക്കണം, ഒന്ന് താളിച്ച് ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2-3 ചെറിയുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉള്ളി താളിച്ച് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഉള്ളി താളിച്ചതിൻ്റെയൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് കറിക്ക് പ്രത്യേകമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ചപ്പാത്തിൻ്റെയും പത്തിരിൻ്റെയും അപ്പത്തിൻ്റെയും അതുപോലെ ഇടിയപ്പത്തിൻ്റെയും ഒക്കെ പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. പത്തിരീൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഞാനിന്ന് പത്തിരീൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഈ തേങ്ങ വറുത്തരച്ച് ചേർക്കുന്ന സമയത്ത് കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.